തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം തുടക്കത്തിലെ പാളി. കെ മുരളീധരന്റെ പ്രചാരണ ജാഥയിൽ നേതാക്കൾ തമ്മിൽ തർക്കം. കെ മുരളീധരന്റെ വാഹനം ഒരു വിഭാഗം നേതാക്കൾ തടഞ്ഞു നിർത്തി. കഴിഞ്ഞ ദിവസം രാത്രി പൂഴിക്കുന്നിലാണ് സംഭവമുണ്ടായത്. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുന്നുണ്ട്. നിർഭൻ, തുടക്കത്തിലെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പോക്ക് തുടക്കത്തിലെ പാളി. എന്താണ് ഇന്നലെ പൂഴിക്കുന്നിൽ നടന്നത്? തീർച്ചയായും വലിയ തരത്തിലുള്ള തർക്കം തലസ്ഥാന നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കെ മുരളീധരൻ നയിക്കുന്ന ജാഥയാണ് കഴിഞ്ഞ ദിവസം തിരുമലയിൽ നിന്ന് ആരംഭിച്ചത്. 100 സീറ്റുകളിലും 101 ഈ കൗൺസിൽ നഗരസഭ സീറ്റുകളിലും വാർഡുകളിലും എത്തുന്ന തരത്തിലാണ് ജാഥ സജ്ജീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ജാഥയിൽ തന്നെ വലിയ തരത്തിലെ തർക്കമുണ്ടായി. ഏറ്റവും വലിയ തർക്കമുണ്ടായ നേമം സീറ്റിനെ സംബന്ധിച്ചാണ്. നേമം സീറ്റിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനായി ഒരു വിഭാഗവും, അതായത് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും, ഒപ്പം തന്നെ മറുവിഭാഗം ഈ കെ മുരളീധരന് വിശ്വാസമുള്ള GV ഹരിക്ക് വേണ്ടിയുള്ള വാദവും അവിടെ തുടരുന്നുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കൈമനം പ്രഭാകരൻ്റെ നേതൃത്വത്തിൽ 2 ചേരിക്കും പ്രതികൂലമായൊരു സമീപനവും അവിടെ നിയമത്ത് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള തർക്കമുണ്ടായി. ഇന്നലെ രാത്രിയോടുകൂടി പൂഴിക്കുന്നിൽ കെ മുരളീധരൻ്റെ ഈ വാഹന ജാഥ എത്തിയപ്പോഴേക്കും തർക്കം രൂക്ഷമായി. ഒരു വിഭാഗം നേതാക്കൾ നേരിട്ട് തന്നെ കെ മുരളീധരൻ്റെ വാഹനം തടഞ്ഞു നിർത്തി തർക്കം രൂക്ഷമായതോടുകൂടി തന്നെ കെ മുരളീധരൻ ക്ഷുഭിതനായി വാഹനത്തിൽ നിന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിൽ കയറി ജാഥ അവസാനിപ്പിച്ച് മടങ്ങാൻ വേണ്ടി ഒരുങ്ങി. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ജാഥയിൽ നേതൃത്വം നൽകിയ മറ്റ് നേതാക്കളെല്ലാം ഇടപെട്ട് അദ്ദേഹത്തെ അനുനയിപ്പിച്ചാണ് ജാഥ അവസാനം സമാപിക്കുന്നവരെ തൊട്ടടുത്ത 2 യോഗങ്ങളിൽ കൂടി കെ മുരളീധരൻ പങ്കെടുത്തത്. വലിയ തരത്തിലുള്ള തർക്കമാണ് നടക്കുന്നത്. പട്ടം വാർഡിൽ സമാനമായ തർക്കമുണ്ട്. കവടിയാർ വാർഡിൽ നേരത്തെ തീരുമാനിച്ചിരുന്നത് അവിടുത്തെ ഈ വാർഡ് പ്രസിഡന്റും ഒപ്പം തന്നെ അവിടുത്തെ NSSൻ്റെയൊക്കെ ഭാരവാഹിയായിരുന്ന ശിവകുമാറിനെ ആയിരുന്നു. അദ്ദേഹത്തെ വെട്ടിയാണ് കെ ശബരിനാഥൻ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടക്കുന്നത്. സമാനമായി പല വാർഡുകളെ സംബന്ധിച്ചും ഏകപക്ഷീയമായി കോർ കമ്മിറ്റി തീരുമാനമെടുത്തു. കെ മുരളീധരൻ പലരെയും തിരികെ കയറ്റി എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന പലരും വാർഡുകളിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് കോർ കമ്മിറ്റി യോഗം പൊടുന്നനെ 51 സ്ഥാനാർത്ഥികളെ പൊടുന്നനെ പ്രഖ്യാപിച്ചത്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നില്ല, വാർഡുകളിൽ അടിച്ചേൽപ്പിച്ചു എന്ന തരത്തിലുള്ള പൊതുവികാരമുണ്ട്. അതിനിടയിലാണ് നേമത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് നേമം സജീറിന് തന്നെ നേമത്ത് മത്സരിക്കണമെന്ന വാശിയിലാണ്. അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന തിരുവനന്തപുരത്തുള്ള ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട നേതാക്കളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നു. പക്ഷേ ഉറച്ച നിലപാട് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ പല സീറ്റുകളിലും പല നേതാക്കളും, അതായത് നേരത്തെ ഖദർദാരികളായ പലരും കുപ്പായം തയ്പ്പിച്ചു വെച്ചിരുന്നു. ആ പ്രതീക്ഷ നേമൻ സജീർ ഉദാഹരണം മാത്രമാണ്. ആ പട്ടിക അമ്പാടെ വെട്ടിക്കൊണ്ടാണ് മുരളീധരൻ ഒരു കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. അതിനെതിരെ വലിയ എതിർപ്പുണ്ട് ഇപ്പോൾ. തീർച്ചയായും അത് തന്നെയാണ് സിജു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഓരോ വാർഡുകളും കേന്ദ്രീകരിച്ച് കോൺഗ്രസിൻ്റെ ചില പ്രവർത്തകർ സ്ഥാനാർത്ഥി കുപ്പായം തച്ചുവെച്ച് കാത്തിരിക്കുകയായിരുന്നു. അവർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കണ്ടുവച്ചിരുന്ന പലരെയും വെട്ടിമാറ്റിയാണ് അവസാനം മുകളിൽ നിന്ന് താഴേക്ക് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയത്. അങ്ങനെയാണ് കവടിയാർ വാർഡിൽ ശബരിനാഥൻ സ്ഥാനാർത്ഥിയായി വരുന്നത്. അവിടെയും തർക്കമുണ്ട്. അവിടെ പ്രധാനപ്പെട്ടതായി പരിഗണിക്കപ്പെട്ടിരുന്ന പേര് അവിടുത്തെ വാർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ശിവകുമാറിൻ്റെ പേരാണ്. അദ്ദേഹവും ഇപ്പോൾ അതൃപ്തനായി മാറി നിൽക്കുകയാണ്. സമാനമായ സംഭവം പല വാർഡുകളിലുണ്ട്. പട്ടത്തും സമാനമായ സംഭവമുണ്ട്. അവിടെ നേരത്തെ തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥി മാറ്റിയാണ് അവിടെ സ്ഥാനാർത്ഥി വന്നത്. മുട്ടടയിൽ പരിഗണിച്ച സ്ഥാനാർത്ഥി പ്രാദേശികമായി അവർ പരിഗണിച്ചിരുന്ന മുൻപോട്ട് വെച്ച സ്ഥാനാർത്ഥിയല്ല, മറ്റൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ പ്രഖ്യാപിച്ചത്. നേമത്ത് ആണിപ്പോൾ വലിയ തർക്കം നടക്കുന്നത്. നേമം സജീറിന് തന്നെ മത്സരിക്കണമെന്ന ഉറച്ച നിലപാട് നിൽക്കുന്നു. പക്ഷേ GV ഹരിക്ക് വേണ്ടിയിട്ടാണ് കെ മുരളീധരൻ്റെ മനസ്സ്. അതാണ് അവർ തർക്കം. ഇതിനിടെ കൈമനം പ്രഭാകരനും ഒരു ചേരിയായി അവിടെ നിന്ന് DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ 3 ചേരിയായി അവിടെ നേമത്ത് പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ്. അങ്ങനെയാണ് കെ മുരളീധരൻ്റെ ജാഥ വന്നപ്പോൾ ആദ്യ ദിവസം തന്നെ തർക്കമുണ്ടാകുന്നത്. കെ മുരളീധരന് പാതി വഴി ജാഥ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്ന തരത്തിലേക്കുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. അങ്ങനെ നേമത്ത് മാത്രം 3 ചേരി ഉണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ എത്ര ചേരി ഉണ്ടാകും നിലവിൽ? തീർച്ചയായും ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള പൊതുവികാരമുണ്ട്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഒരു തലസ്ഥാനത്ത് ഏകദേശം ഒരു 2-3 തവണകളായി, ഏകദേശം ഒരു 10-20 വർഷക്കാലമായി കോൺഗ്രസ് ഏകദേശം 3-ാം സ്ഥാനത്ത് നിർജ്ജീവമായ അവസ്ഥയിലാണ്. ഇപ്പോൾ 10 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വലിയ തരത്തിൽ പ്രചരണം നടത്തിയത്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ മത്സരിപ്പിച്ച് കെ മുരളീധരൻ തന്നെ ജാഥ
നയിക്കുന്നു. അങ്ങനെ 101 വാർഡുകളിലും ജാഥ നയിച്ച് ഒരു വലിയൊരു തിരിച്ചുവരവിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കാമെന്നൊക്കെയാണ് നേതാക്കൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. താഴെത്തട്ടിൽ നേതാക്കളുമായി പ്രവർത്തകരുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കി പ്രഖ്യാപിച്ചു എന്ന വികാരമാണ് ഉള്ളത്. പലയിടത്തും ഇതിൻ്റെ പൊട്ടിത്തെറികൾ സജീവമായി ഉണ്ട്. പലരും ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്നതേ ഉള്ളൂ. പല സ്ഥലങ്ങളിലും സമാനമായ പ്രതിഷേധമുണ്ട്. അതായത് കെ മുരളീധരൻ നയിക്കുന്ന ജാഥ തന്നെ ആദ്യ ദിനം പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ തടഞ്ഞു. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് സജീറിൻ്റെ വിഭാഗം തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന പൊതുവികാരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നിലവിലുണ്ട്. കെ മുരളീധരനും ആദ്യ ദിവസം തന്നെ ജാഥയിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിനുമുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സിജു. ശരി, സ്ഥാനാർത്ഥി നിർണയം തുടക്കത്തിലെ തന്നെ പാളി വെട്ടിലായിരിക്കുകയാണ്. തലസ്ഥാനത്തെ കോൺഗ്രസ് മുരളീധരന്റെ വാഹനജാഥ വരെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് ഗ്രൂപ്പ് ചേരിപ്പ് വരെ മാറിയിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.